89.6 FM Sargakshetra SK Hotspot. നമസ്കാരം, സ്വാഗതം. SK Hotspot ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ജനുവരി 1, 2025. നമ്മൾ പുതിയ വർഷത്തിൽ ഏറ്റവും ആദ്യത്തെ ദിനത്തിൽ നിൽക്കുമ്പോൾ ഒരുപാട് വർഷങ്ങളുടെ കഥ പറയാനായിട്ട് ഒരാളുമായിട്ടാണ് ഞാനിന്ന് SK Hotspotൽ എത്തിയിരിക്കുന്നത്. എൻ്റെ കൂടെ ഉള്ളത് കവി, ഗാനരചയിതാവ്, ഗായകൻ, സംഗീത സംവിധായകൻ എന്നുള്ള ഈ നിലയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് എൻ്റെ കൂടെ ഉള്ളത്. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി സാറിൻ്റെ കൂടെ ഉണ്ട്. സാർ നമസ്കാരം. നമസ്കാരം. സാർ, അപ്പോൾ നമുക്ക് ഈ പുതിയ വർഷം തുടങ്ങുമ്പോൾ തന്നെ സാറിൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു വർഷം, സാറിൻ്റെ മനസ്സിൽ വർഷം എന്ന് പറയുമ്പോൾ സാറിൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു 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 പെട്ടെന്ന് വരുന്ന ഒരു ഇയർ ഏതായിരിക്കും, ഒരു വർഷം ഏതായിരിക്കും? 66. എന്താണ്? ഞാൻ SLC പാസ്സായതല്ല. നല്ല മാർക്ക് ഉണ്ടായിരുന്നു ഒന്ന്? കുഴപ്പമില്ല. സാർ, അപ്പോൾ എവിടെയൊക്കെയോ സാർ പറയുന്നത് കേട്ടിട്ടുണ്ട് SLC മാത്രമേ എനിക്ക് വിദ്യാഭ്യാസ യോഗ്യതയുള്ളൂ, അവിടെ നിന്നാണ് ഞാൻ ഗാനരചയിതാവായത് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ സാർ, ഈ വിദ്യാഭ്യാസം അത് കറക്റ്റ്. ഞാൻ വെറുതെ ഇരുന്നിട്ടൊന്നുമില്ല. സർട്ടിഫിക്കറ്റ് കിട്ടില്ല മാത്രമേ ഉള്ളൂ. അതെ, ഞാൻ ഗുരുകുലങ്ങളിൽ സംഗീതം പഠിച്ചിട്ടുണ്ട്. ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു. പിന്നെയും ഞാൻ ഇന്ന് വരെ പഠിച്ചോണ്ടിരിക്കുകയാണ്. സത്യം. അല്ലാതെ പഠനം നിർത്തിയിട്ടില്ല. സർട്ടിഫിക്കറ്റ് കിട്ടുന്ന പഠനം ഉണ്ടായിട്ടില്ല മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കാൻ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സംസ്കൃത ഭാഷയിൽ പാട്ടുകൾ എഴുതുന്നതിൽ ഒരുപാട് കയ്യടികൾ മലയാളികളിൽ നിന്ന് മേടിച്ചിട്ടുള്ള, സാർ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ മൂകാംബിക അമ്മയുടെ അനുഗ്രഹം വേണ്ടുവോളം സിദ്ധിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ്. അപ്പൊ ഈ സംസ്കൃത പഠനം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് എനിക്കൊരു അറിയേണ്ട ഒരു കാര്യം. കുട്ടിക്കാലത്ത് കുറച്ചേ ഉള്ളൂ. അത് ഞാൻ വലിയ പണ്ഡിതനൊന്നല്ല. ഒക്കെ നമുക്ക് എഴുതാനുള്ള അത്യാവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഒരു വലിയ മഹാകാവ്യ എഴുതാനൊന്നും പറ്റില്ല. എന്തായാലും കുട്ടിക്കാലത്ത് കിട്ടിപ്പോയ കുറെ അറിവുകളാണെന്നല്ലേ? ഓ, സൂപ്പർ. അപ്പൊ എന്തായാലും നമ്മൾ കൈതപ്പുറം സാറിന്റെ കൂടെ തന്നെ നമ്മൾ ഉണ്ടാവും. ഇനിയിപ്പോ സാറിനോട് ചോദിക്കാനായിട്ടുള്ളത് 2024 എന്നുള്ള വർഷത്തെക്കുറിച്ചാണ്, ആ വർഷം ഇറങ്ങിയ ചില പാട്ടുകളെ കുറിച്ചൊക്കെയാണ്. അപ്പൊ അതൊക്കെ നമുക്ക് ചോദിക്കാം. അതിനുവേണ്ടി കേട്ടുകൊണ്ടിരിക്കുക സർഗക്ഷേത്ര 89.6 FM. കാതോരം, കരുതലായി, കാലത്തിനൊപ്പം. 89.6 FM Sargakshetra SK Hotspot. എൻ്റെ കൂടെ ഇന്ന് SK Hotspotലുള്ളത് വളരെ ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ മുതിർന്ന ഒരു കവിയും ഗാനരചയിതാവും ഒക്കെ ആയിട്ടുള്ള കൈതപ്പുറം സാറാണ് എൻ്റെ കൂടെ ഉള്ളത്. സാർ, ഈ 2024 എന്നുള്ള വർഷം അങ്ങനെ നമ്മളിൽ നിന്ന് ഇപ്പോൾ പടിയിറങ്ങിയിരിക്കുകയാണ്. 2024 എന്ന് പറയുമ്പോഴേ സാറിന് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്ന ചില കാര്യങ്ങൾ, പേഴ്സണലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇറങ്ങിയ പാട്ടുകളായിക്കോട്ടെ, അല്ലെങ്കിൽ സാർ വായിച്ചെന്തെങ്കിലും പുതിയ എഴുത്തുകളായിക്കോട്ടെ. എന്റെ പടങ്ങളിൽ പാട്ടിന് ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ അത് ഏതാ പടം എന്ന് ഓർമ്മയില്ല. കാരണം ഒരു പടത്തിലൊരു പാട്ടൊക്കെ ഉള്ളൂ. പിന്നെ ഇപ്പം ഇറങ്ങാൻ പോകുന്ന ഈ 24 ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള വേറൊരു പടം ജയരാജന്റെ ഒരു പടമാണ് ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങാൻ പോകുന്നത്, രാത്രിയിൽ. അതെ, നമ്മളിപ്പോ അനൗൺസ് ചെയ്ത് കഴിഞ്ഞ ജാസി ചേട്ടൻ മ്യൂസിക് ചെയ്യുന്ന പടം. അതെ, അതാണ് ഇപ്പൊ ഞാൻ ചെയ്തത്. അടിപൊളി. അപ്പോൾ സാർ, ഇപ്പോൾ പുതിയ എഴുത്തുകൾ ഒരുപാട് വരുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മളിപ്പോ റഫീഖ് അഹമ്മദ് മാഷോ, അല്ലെങ്കിൽ ഇപ്പോൾ അൻവർ അലി മാഷോ, അല്ലെങ്കിൽ വീരാൻകുട്ടി മാഷിനെ ഒക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ വേറൊരു എന്താ പറഞ്ഞ അല്ല ഞാൻ പറയുന്നത് ഇപ്പൊ പുതിയ കുറച്ച് കുട്ടികളുണ്ടല്ലോ. ഇപ്പോൾ വിനായക് ശശികുമാർ, സുഹൈൽ കോയ, അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ദർശനയൊക്കെ എഴുതിയിട്ടുള്ള അരുൺ അലാട്ട് പോലെയുള്ള പുതിയ ആളുകളുണ്ടല്ലോ, എന്താ പറയുക, കമ്പാരിറ്റീവ്ലി പ്രായം കുറഞ്ഞ ആളുകൾ. അപ്പോൾ അവരുടെ എഴുത്തുകളൊക്കെ സാർ ശ്രദ്ധിക്കാറുണ്ടോ? ഓ, എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്. അവരവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്, ആരും മോശക്കാരല്ല. അതെ, സത്യം. ഏതെങ്കിലും പാട്ടുകൾ ഓർമ്മയിലുണ്ടോ? ഏതെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും? പാട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക സർഗക്ഷേത്ര 89.6 FM. എൻ്റെ കൂടെ ഉള്ളത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി സാറാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചില വർഷങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ചോദിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ തന്നെയാണ് നമ്മൾ ചോദിച്ച് മുന്നോട്ട് പോകുന്നതും. സേതുവാണ് കൂടെ. കാതോരം, കരുതലായി, കാലത്തിനൊപ്പം. 89.6 FM Sargakshetra SK Hotspot. എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് കവി, ഗാനരചയിതാവ്, പിന്നെ പാട്ടുകാരൻ എന്നുള്ള നിലയിൽ, പാട്ട് സംഗീത സംവിധായകൻ എന്നുള്ള നിലയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള കൈതപ്പുറം സാറാണ് എൻ്റെ കൂടെ ഉള്ളത്. സാർ, അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ളത് സമ്മാനം സിനിമയിൽ സാറാ വരുന്ന വരവാണ്, ഇസൈനസ് അബ്ദുള്ള. അതെ, ഓർമ്മയുണ്ട്. പക്ഷെ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് സമ്മാനമാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞാണ്. കാരണം അന്ന് എൻ്റെ കുട്ടിക്കാലത്ത് ഇറങ്ങിയ സിനിമ ആയതുകൊണ്ടേ
അത് വളരെ കണക്റ്റ്, എനിക്ക് പെട്ടെന്ന് ഭയങ്കര കണക്റ്റ് ആവും ആ സിനിമ. അതെ, ആനയുടെ അതെ അതെ, ഒരു അച്ഛൻ മകന് ആനയെ സമ്മാനം കൊടുക്കുന്ന സിനിമ. സത്യം, അടിപൊളി. അപ്പോൾ സാർ ഈ അഭിനയത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്, എന്താണ് അഭിനയം എന്നുള്ള ആ ഒരു കാര്യം നമുക്ക് ഈ അടുത്തിടയ്ക്കെങ്ങാനും സാറിന്റെ പുതിയ റോളോ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്യുന്നുണ്ടോ സാർ? എന്നെ വിളിക്കാറൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് ഈ കാലും കൈയൊന്നും ശരിയല്ല, അതുകൊണ്ട് ഞാൻ ഒന്നും പോകാറില്ല. അതൊക്കെ ശരിയാണെങ്കിൽ ഞാൻ ചെയ്യാനാണ്. ഇഷ്ടമാണല്ലേ ചെയ്യാനായിട്ട്? അതൊക്കെ ചെയ്യാൻ പറ്റും. സാറേ, 96 എന്നുള്ള വർഷത്തെക്കുറിച്ച് നമുക്കൊന്ന് പറയാൻ തോന്നുന്നു. കാരണം ദേശാടനം എന്നുള്ള സിനിമ ഇറങ്ങിയ വർഷമാണ് 96. സാറിനെ ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള റോളിൽ അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ കാർഡിൽ ക്രെഡിറ്റ്സിൽ നമ്മൾ മ്യൂസിക് ഡയറക്ടർ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ട ഒരു സിനിമയാണ് ദേശാടനം എന്നുള്ള സിനിമ. അപ്പോൾ ദേശാടനത്തെക്കുറിച്ചും അതിൻ്റെ ഒരുക്കങ്ങളെക്കുറിച്ചും 96 എന്നുള്ള വർഷത്തെക്കുറിച്ചും ഒക്കെ എന്താണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്? ജയരാജ് വന്നു, പിന്നെ അവര് ആ ടീം ഉണ്ടായിരുന്നു, അവര് വന്ന് തന്നെ എന്നോട് പറഞ്ഞു മ്യൂസിക് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ മ്യൂസിക് ചെയ്തു, എഴുതുകയും ചെയ്തു. അത് മലയാള സിനിമയില് കോഴിക്കോട് ആദ്യമായിട്ട്, കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് റെക്കോർഡിങ്, ഏറ്റവും പുതിയ കാലത്ത് റെക്കോർഡിങ് നടക്കുന്നത് എന്റെ പടമാണ്. ഓക്കെ, ഏറ്റവും പുതിയ ടെക്നോളജി വെച്ചിട്ടുള്ള റെക്കോർഡിംഗ് നടക്കുന്നത് അല്ലേ? പണ്ട് ഒക്കെ ഉണ്ടായിരുന്നു ഈ ഇതൊന്നുമില്ലാതെ, പക്ഷെ പുതിയ ടെക്നോളജി വെച്ചിട്ടുള്ള റെക്കോർഡിങ് മലയാളത്തിൽ ആദ്യമായിട്ട് നടക്കുന്നത് കോഴിക്കോട്, കേരളത്തിൽ നടക്കുന്നത് ആദ്യമായിട്ട് കോഴിക്കോട്ടാണ്. ഇവിടെ എന്റെ പാട്ടുകളാണ്. പിന്നീടാണ് രവിവേട്ടനൊക്കെ കോഴിക്കോട്ട് റെക്കോർഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. എൻ്റെ കൂടെയുള്ളത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി സാറാണ്. നമുക്ക് ഏറെ ഇഷ്ടമുള്ള ഒരുപാട് സിനിമകളിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരു ശാസ്ത്രീയ സംഗീതജ്ഞൻ്റെ റോളും അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ റോളും ഒക്കെ വളരെ ഗംഭീരമായിട്ട് നമുക്ക് വേണ്ടി അവതരിപ്പിച്ച് തന്നിട്ടുള്ള മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കവികളിലൊന്ന്, ഏറ്റവും പ്രിയപ്പെട്ട ഗാനരചയിതാക്കളിലൊന്ന്. അങ്ങനെ എനിക്ക് പറയാനായിട്ട് ഒരുപാട് വിശേഷങ്ങളാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ളത്. സാറിനിപ്പോൾ നമുക്കേ കുറച്ചുകൂടി വേറെ വേറെ വർഷങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1993 എന്നുള്ള വർഷം, 1996 എന്നുള്ള വർഷം, അതുപോലെ 97 എന്നുള്ള വർഷം. ഇതിനകത്ത് ഈ 93ഉം 96ഉം മികച്ച ഗാനരചയിതാവിനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടുകയും 97 ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ എന്നുള്ള അവാർഡ്, സ്റ്റേറ്റ് അവാർഡും കിട്ടിയ വർഷമാണ് കാരുണ്യത്തിന്. അപ്പോൾ ഈ വർഷങ്ങളെ കുറിച്ച് ഇതിനേക്കാൾ ഓർമ്മിക്കാവുന്ന ഒരു വർഷമുണ്ട് 92. എനിക്ക് എന്തായിരുന്നു അതിന്റെ പ്രത്യേകത? 92 ഞാൻ ജോൺസണും ഞാനും മാത്രമായിട്ട് 29 പടം വർക്ക് ചെയ്തു. 29 പടം. ഓ, 9 പടം റിലീസായി. ഓ, അടിപൊളി. അപ്പൊ അത് എങ്ങനെയാണ് സാർ? മാത്രം, ബാക്കിയുള്ളവര് വേറെ, ഞാൻ ചെയ്തു തന്നെ വേറെ. അല്ല, ഞാൻ ചോദിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു ഇപ്പൊ എഴുത്തൊക്കെ? ഭയങ്കര തിരക്കായിരുന്നു അപ്പോ? എന്നുവെച്ചാൽ ഒരെണ്ണം എഴുതി കഴിഞ്ഞാൽ ഉടനെ ഒരു പടം കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ. 2 തൊട്ട് വെക്കില്ല, ഒരു പടം കഴിഞ്ഞിട്ട് അടുത്തത്. ഓ, അങ്ങനെ അല്ലേ? ഒരു പടം മൊത്തം സോങ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് വരികളും എഴുതി കഴിഞ്ഞിട്ട്. അത് പിന്നെ ഈ ഒരു പാട്ടല്ല ആയിട്ടില്ലല്ലോ. സത്യമാണ്. ഒരു പാട്ട് ഒരാള്, ഒരു പാട്ട് വേറൊരു ആള്, ഇങ്ങനെയില്ല. ശരിയാ. കാരണം ഒരാളുടെ ടേസ്റ്റ് ആയിരിക്കും ആ പടം. സത്യം. അയാളായിരിക്കും അതിന്റെ ഒരു എങ്ങനെയാണ് ആ നായകൻ സംസാരിക്കേണ്ടതെന്ന് പോലും തീരുമാനിക്കേണ്ടത് അല്ലേ? എല്ലാ കാര്യങ്ങളും, പടത്തിന്റെ പേര് വരെ നമ്മളായിരിക്കും കൊടുക്കുന്നത്. സത്യമാണ്. അത് മാത്രമല്ല, ഇപ്പൊ എനിക്കതിനകത്ത് മനസ്സിലായി, സാർ പറഞ്ഞ പെട്ടെന്ന് കത്തിയ സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിലേക്ക് വന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പാട്ട്, ഒരു നടൻ, ഒരു നായകൻ പാടുന്ന പാട്ടാണെങ്കിൽ ആ നായകന്റെ വിദ്യാഭ്യാസ യോഗ്യത, അദ്ദേഹത്തിന്റെ ജോലി സ്ഥലം, അങ്ങനെ അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ ഫാക്ടേഴ്സും ആ വരികളിൽ വരണമല്ലോ. അപ്പൊ അതൊക്കെ ഒരാൾ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു എക്സ്ട്രാ ഗുണം അതിനുണ്ടെന്നല്ലേ? ഇതിപ്പോ 5 ആള് ചെയ്താ 5 ടേസ്റ്റ് ആയിരിക്കും. സത്യം. ഉപയോഗിക്കുന്ന വാക്കുകളും നേരത്തെ ഉപയോഗിച്ച പോലത്തെ ഒരു വാക്കായിരിക്കില്ല അല്ലെ അങ്ങനെ വരുന്നത്. ഒരു കണക്ഷൻ ഉണ്ടാവില്ല. സത്യമാണ്. പണ്ടത്തേതല്ല, താമരം ശബ്ദമില്ല, ഭരതം, കമലദളം എന്നൊക്കെ പറഞ്ഞാല് അതിനൊക്കെ ഒരു ഐഡന്റിറ്റി ഉണ്ട്. സത്യം. ഇനിയിപ്പോ ആർക്കും ഏത് പടാണെന്ന് അറിയാം, എനിക്കെന്നെ അറിയില്ല. ഞാൻ പിന്നെ ചെയ്തിട്ടുള്ള കഴിഞ്ഞ കാലത്തെ 2-3-4 പടം ഇറങ്ങിയിട്ടുള്ളതുകൊണ്ട് അവിടെ എനിക്കതൊന്നും അറിയില്ല. കാരണം ഞാനതൊന്നും കാണുന്നില്ല. ഒരു ട്യൂണുമായിട്ട് വരുന്നു, നമ്മള് അത് ചെയ്യുന്നു, വിടുന്നു, പിന്നെ അവര് വിളിക്കുന്ന പോലും ഇല്ല, ആരാന്ന് അറിയില്ല. ഓ, അങ്ങനെയല്ലേ? ആ പടത്തിന്റെ പേരറിയില്ല, ആ പടത്തിന്റെ ഡയറക്ടറുടെ പേരറിയില്ല. അതേപോലെ എല്ലാവരും എനിക്കറിയാം, റെക്കോർഡിങ് എല്ലാം അറിയാം, പക്ഷെ ഇപ്പൊ അതൊന്നും അറിയില്ല. ഓക്കെ, ഒരു കൂട്ടായ്മ കൂടുതലായിരുന്നു. അല്ല, അത് കുറ്റമല്ല, ഈ കാലത്തിന്റെ മാറ്റമാണ്. സത്യം. അല്ല, ഞാൻ പറയണ പണ്ടൊരു കൂട്ടായ്മ എക്സ്ട്രാ ആയിട്ട് അതിന്റെ കൂട്ടായ്മ എന്നുള്ളൊരു വാക്ക്, കൂട്ടായ്മക്ക് കുറവുണ്ട്. അതെ. ഓക്കെ,
അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര SK ഹോട്ട്സ്പോട്ട്. എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് കവി, ഗാനരചയിതാവ്, പിന്നെ പാട്ടുകാരൻ എന്നുള്ള നിലയിൽ, പാട്ട് സംഗീത സംവിധായകൻ എന്നുള്ള നിലയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള കൈതപ്പുറം സാറാണ് എൻ്റെ കൂടെ ഉള്ളത്. സാറിന് ഇപ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റ് അവാർഡിലേക്ക് ഒന്ന് തിരിച്ചു വന്നാലോ? 93, 96, 97 അതിൻ്റെ ഒരു ഓർമ്മകൾ. അവാർഡ് എനിക്ക് ഒരുപാട് അവാർഡ് എനിക്ക് കിട്ടിയിട്ടില്ല, പക്ഷെ കിട്ടിയത് സന്തോഷം അത്രേ ഉള്ളൂ. ഈ രണ്ടവാർഡിന് എനിക്ക് യോഗ്യതകളൊന്നുമില്ല. കാരണം എൻ്റെ എത്രയോ പാട്ടുകൾ, സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള പാട്ടുകൾ, സൂപ്പർ ഹിറ്റ് പടങ്ങള് ആരും എല്ലാവർക്കും അറിയാം, പക്ഷെ ഈ അവാർഡ് കമ്മിറ്റിക്കാർക്ക് അറിഞ്ഞുകൂടാ. അയ്യോ, സത്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ എനിക്ക് അവരുടെ വിരോധമൊന്നുമില്ല. ഇല്ല, പക്ഷെ ഞാൻ പറഞ്ഞത് അത് വളരെ ഇപ്പം ഞാനിപ്പോൾ ഈ ദേശാടനമൊക്കെ നമ്മൾ എന്താ പറഞ്ഞത്, അത് അങ്ങനെ, അതായത് ഭയങ്കര രസമുള്ള പിന്നെ കളിയാട്ടത്തിനും എനിക്ക് സ്റ്റേറ്റ് അവാർഡില്ല. പക്ഷെ കാരണത്തിലാണ് സത്യം. ഇന്നത്തെ കുട്ടികൾ ഇപ്പോഴും പാടുന്ന പാട്ടുകളിലൊന്നാണ് നമ്മളുടെ വണ്ണാത്തിപ്പുഴയുടെ തീരത്തും. അതൊന്നും ഇപ്പൊ നമുക്ക് അവാർഡില്ല. അതാണ് ഇപ്പൊ ഈ ഞാൻ വിചാരിച്ചിരുന്നു മറ്റേ ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ എന്റെ അതില് 4-5 പാട്ടുണ്ടായിരുന്നു, മറ്റേ ഹൃദയം. എനിക്ക് അവാർഡ് കിട്ടാറുന്ന പാട്ടുകളുണ്ടായിരുന്നു, പക്ഷെ മൈൻഡ് ചെയ്യുന്നില്ല ആരും. അതൊക്കെ അങ്ങനെ ജനങ്ങൾക്ക് അറിയാം, കുമാർക്ക് അറിഞ്ഞൂടാ. ഈ പിന്നെ അതാത് കാലത്ത് ഗവൺമെന്റിന്റെ ഇഷ്ടത്തിനനുസരിച്ച് തപ്പി കയറുന്ന ചില അവാർഡ് കമ്മിറ്റിക്കാരുണ്ടല്ലോ, അവർക്ക് താല്പര്യങ്ങളുണ്ടാവും. ആ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് നടത്തിക്കുന്നത്. അതെ, മനസ്സിലായി. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളിത് പാട്ടിലേക്ക് പോവാണ്. പാട്ട് കഴിഞ്ഞ് വരുമ്പോഴേക്കുമാണ് 72 എന്നുള്ള വർഷവും സാറിന്റെ ജീവിതവും തമ്മിൽ നമ്മൾ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് സംസാരിക്കാൻ പോകുന്നത്. അതിനോട് കേട്ടുകൊണ്ടിരിക്കുക. സേതുവാണ് കൂടെ. ഇത് സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര SK ഹോട്ട്സ്പോട്ട്. എൻ്റെ കൂടെ ഇന്ന് ന്യൂ ഇയർ ദിനമായിട്ട് ഒരു കിഡിലൻ ആളാണ് നമ്മുടെ കൂടെ ഉള്ളത്. മലയാളത്തിൻ്റെ ഏറെ പ്രിയപ്പെട്ട കവി, ഏറെ പ്രിയപ്പെട്ട ഗാനരചയിതാവ് കൈതപ്പുറം സാറാണ് എൻ്റെ കൂടെ ഉള്ളത്. സാർ, ഈ 1972 എന്നുള്ള വർഷം സാറിൻ്റെ ജീവിതവുമായിട്ട് ചേർത്ത് വെക്കുമ്പോൾ സാർ എപ്പോഴും പറയാറുണ്ട്. ഞാൻ മൂവാറിൽ പോയത് ശരി, പക്ഷെ ഞാൻ അണിക്കർ സാറിന്റെ കൂടെ, നെടുമുടി വേണുവിന്റെ കൂടെ, PC തോമസിന്റെ കൂടെ ഒക്കെ കൂടിയിട്ടുള്ള എന്റെ ഭാവി കരുപ്പിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ അതിനു മുമ്പെയാണ്. ഒരുപാട് സംഭവങ്ങളുള്ള വർഷങ്ങളാണ്. ഞാൻ ഒരു വർഷവും പാഴാക്കിയിട്ടില്ല, എല്ലാ വർഷവും സംഭവ ബഹുലമായിരുന്നു. മനസ്സിലായി. പക്ഷെ നമ്മളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇപ്പം എന്താ പറയുക, നമ്മളിങ്ങനെ മാപ്പിൽ ചില കാര്യങ്ങൾ മാർക്ക് ചെയ്യുന്ന പോലെ ഇങ്ങനെ മാർക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ അങ്ങനെ സാറിന് പെട്ടെന്ന് ഓർമ്മ വരുന്നു. ഇപ്പം നെടുമുടി വേണു ചേട്ടൻ്റെ കൂടെയുള്ള ഓർമ്മകൾ എന്നൊക്കെ പറഞ്ഞില്ലേ? അല്ല, ഞങ്ങൾ ഒരുമിച്ച് ഒരേ പായല കിടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ. നിങ്ങൾ തമ്മിൽ അത്രയും അടുപ്പം. ലോഹി സാറുമായിട്ടും അത്ര അടുപ്പമായിരുന്നു അല്ലേ? അത്ര അടുപ്പായിരുന്നു. എപ്പോഴും തീർച്ചയായിട്ടും അതെ. ഒരു പിരിയുന്ന പ്രശ്നമില്ല. അയാൾ ഇപ്പോഴും എന്റെ മുമ്പിലുണ്ട്. അയാൾ പോയിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. അതുപോലെ മുരളി, അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. അത്രയും ബന്ധമുള്ള ആൾക്കാർ ഇപ്പം എനിക്ക് ഉള്ളത് ജയരാജ മാത്രമാണ് ഇപ്പോഴുള്ളത്. ആ സത്യനന്ദിക്കാട്, കമലും ഒക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഒരു വല്ലാത്തൊരു ആത്മാവത്തുള്ളത് ഇപ്പൊ എനിക്ക് ജയരാജാണ്. നിങ്ങൾ തമ്മിൽ വല്ലാത്തൊരു സൗഹൃദം തന്നെ, സൗഹൃദത്തെക്കാൾ കൂടുതലൊരു സാഹോദര്യം അല്ലേ? ഞാനൊരു 30ഓളം സിനിമ സംവിധായകന്മാരുടെ ഫസ്റ്റ് പടം വർക്ക് ചെയ്തിട്ടുള്ള ഒരു 10-30 വിഷ്വൽ ഡയറക്ടേഴ്സിന്റെ ഫസ്റ്റ് പടം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ പ്രത്യേകതകളുണ്ട്. അപ്പൊ അതൊക്കെയാണ്. പിന്നെ ഞാൻ ഈ ലോഹി സാറിനെ കുറിച്ച് സാർ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാർ എല്ലായിടത്തും, അതായത് സാറിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏതൊക്കെ പ്രഭാഷണങ്ങളുണ്ടോ അതിനകത്തൊക്കെ സാർ കോട്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ളൊരു പേരാണ് ഞാനും ലോഹിയും തമ്മിലുള്ള ബന്ധം എന്നുള്ളത്. അത് ലോഹിയും പറയും. അത് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റില്ല. സാർ ഒരിടത്ത് പറഞ്ഞിട്ടുമുണ്ട്, ലോഹിയെ പറ്റി പലരും മോശം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ ലോഹി അങ്ങനെ ഒരാളല്ല, അവനെ പറ്റി മോശം പറയേണ്ട കാര്യമില്ല. അല്ല, അതെനിക്ക് ഞാൻ ഇപ്പോഴും പറയും, എപ്പോഴും പറയും. അയാളങ്ങനെ വസന്തമായിട്ടുള്ള ഒരാളല്ല. പിന്നെ അതുപോലെ തന്നെ സിനിമ ഫീൽഡ് ആകുമ്പോഴത്തേക്കും ആർക്കും ആരെ പറ്റിയും കഥ ഉണ്ടാക്കാമല്ലോ. അതും ഒരു സാധ്യതയാണ് ഈ പറയുന്ന പോലെ അല്ലേ? അതെ, കഥ ഉണ്ടായിക്കോട്ടെ, അതൊന്നും പ്രശ്നമില്ല. ഇല്ലാത്ത കഥകൾ പറയുന്നത് മാത്രം. അത്രേ ഉള്ളൂ. ഈ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്നുള്ള പരിപാടി നടക്കില്ല. അത് പറയാൻ പാടില്ല ഒരിക്കലും, ആരെപ്പറ്റിയും പറയാൻ പാടില്ല. സത്യം. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള ചില ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈതപ്പുറം സാറിന്റെ കയ്യിൽ നിന്നും. അപ്പൊ നമ്മൾ പാട്ട് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇനിയിപ്പോൾ മറ്റ് ചില വിശേഷങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്. സേതുവാണ് കൂടെ. ഇത് സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര
ഹോട്ട്സ്പോട്ട്. എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് കൈതപ്രം സാറാണ്. ഞാൻ ഇത്രയും നേരം കുറേ വിശേഷണങ്ങൾ പറഞ്ഞു. ചില ആളുകളെ പറ്റി നമ്മൾ വിശേഷണങ്ങൾ പറയേണ്ട ആവശ്യമില്ല. കൈതപ്രം എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് ഇത് നമുക്കറിയാവുന്ന നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആളല്ലേ എന്നുള്ളൊരു ഫീലാണ് ജനങ്ങൾക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത്തവണ ഇതാണ് അതാണെന്നൊന്നും പറയേണ്ടെന്ന് വെച്ചു. സാർ ഇനിയിപ്പോൾ നമുക്കേ ഈ 1968 എന്നുള്ള വർഷം സാറിൻ്റെ ജീവിതത്തിൽ വളരെയധികം എന്താ പറയണേ ഒരുപാട് പ്രത്യേകതകളുള്ളൊരു വർഷമാണെന്ന് സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെ, ഞാൻ പിന്നെ മലബാർ വെച്ചിട്ട് തിരുവിതാംകൂറിലേക്ക് ആദ്യമായിട്ട് വരുന്നത് 68-ലാണ്. മൂന്നാറിലേക്ക് വരുന്നത്. അവിടെ ഞാൻ കൂടുതൽ പാട്ട് പഠിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അവിടെ താമസിച്ചു. പിന്നെ ആ സമയത്ത് കുറെ അനുഭവങ്ങളുണ്ടായിരുന്നു. ഞാൻ അമ്പലത്തിൽ ശാന്തി കഴിച്ചിരുന്നു. ഒരു 6-7 കൊല്ലം ഞാൻ പൂഞ്ഞാറിലുണ്ടായിരുന്നു. പൂഞ്ഞാറിലല്ലേ? പിന്നെ അവിടുന്നാണ് ഞാൻ തിരുവനന്തപുരത്ത് പോകുന്നത്. ഓക്കെ. സാർ ഈ അമ്പലത്തിൽ വെച്ചിട്ടില്ലേ സാറ്? എനിക്ക് തോന്നുന്നത് സാറ് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് മറ്റ് പലരും ഒക്കെ പറഞ്ഞിട്ടുണ്ട് സാറ് അവിടെ ശാന്തി പണി ചെയ്തത് ഒരു പൈസ പോലും ദക്ഷിണയായിട്ടോ അല്ലെങ്കിൽ ശമ്പളമായിട്ടോ വാങ്ങാതെയാണ്. അതെ, പ്രതിഫലം വാങ്ങിക്കാതെയാണ് ചെയ്തത്. അതെ. അതെങ്ങനെയാണ് അങ്ങനെ സാധിക്കും? അതായത് ഇപ്പോ നമുക്ക് വീട്ടിൽ നിന്ന് അല്ല, അത് എന്റെ നിശ്ചയം. ഞാൻ ഈശ്വര വിശ്വാസി. ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്തതല്ല. അവിടെ എനിക്ക് അങ്ങനെ ചെയ്യണം തോന്നി. കാരണം എനിക്ക് എല്ലാത്തിനും അവിടെ കിട്ടും, പൈസ കിട്ടും, പിന്നെ ജീവിക്കാനുള്ള ഭക്ഷണം കിട്ടും, പിന്നെ വസ്ത്രം കിട്ടും. പിന്നെ ഞാൻ എന്തിന് ഭഗവാന്റെ അടുത്ത് കണക്ക് പറയേണ്ട കാര്യമില്ലാന്ന് വെച്ചു. സത്യം. ഒരാളോട് ശമ്പളം ദക്ഷിണ വാങ്ങിക്കില്ല, ഒരാളോടും ഞാൻ പ്രതിഫലം വാങ്ങിച്ചിട്ടില്ല. എനിക്ക് കിട്ടുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ഞാൻ എല്ലാവർക്കും കൊടുത്തു. റോട്ടിലൂടെ പോകുന്ന ആൾക്കാരെ വിളിച്ചിട്ട് അവരെ വിളിച്ച് വരുത്തിയിട്ട് ഞാൻ ഇലയിട്ട് ഭക്ഷണം കൊടുക്കും. എന്റെ ഭക്ഷണം അത് ഞാനിത് കോവിലായിട്ട് അവിടെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കും. കാരണം ഞാൻ എനിക്ക് ചെയ്യാവുന്നതെല്ലാം അപ്പോഴങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. സത്യം സത്യം. മനസ്സിൽ ആഗ്രഹമുണ്ട് എനിക്ക് ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കണം, ദുഃഖിക്കുന്നവർക്ക് സഹായിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എല്ലായ്പ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക സർഗക്ഷേത്ര 89.6 FM കാതോരം, കരുതലായി കാലത്തിനൊപ്പം. എന്റെ കൂടെ ഇന്ന് ന്യൂ ഇയർ ദിനമായിട്ട് ഒരു കിഡിലൻ ആളാണ് നമ്മുടെ കൂടെ ഉള്ളത്. മലയാളത്തിന്റെ ഏറെ പ്രിയപ്പെട്ട കവി, ഏറെ പ്രിയപ്പെട്ട ഗാനരചയിതാവ് കൈതപ്രം സാറാണ് എൻ്റെ കൂടെ ഉള്ളത്. സാർ അധികം പുറത്തു പറയാത്തൊരു കാര്യം കൂടി ഞാൻ വെളിപ്പെടുത്തിക്കോട്ടെ. ചാരിറ്റി പ്രവർത്തനങ്ങളിൽ വളരെ ശക്തമായിട്ട് ഇടപെടുന്ന ഒരാൾ തന്നെയാണ്. അത് അതാണ് ഞാൻ പറയുമ്പോൾ സാറ് സമ്മതിക്കില്ല എന്ന് എനിക്ക് വളരെ ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം അത് പറയാഞ്ഞത്. സത്യം സത്യം സത്യം. പണക്കാരനല്ല ഞാൻ. എന്റെ ഉള്ള പണം ഞാൻ കൊടുക്കുന്നത് മാത്രമേ നമ്മളെ കൊണ്ടാകാവുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ ധനികനല്ല. പക്ഷെ ജനത്തിനോട് വലിയ അമിതമായ ഭ്രമവുമില്ല. എനിക്ക് ജീവിക്കാനുള്ള പൈസ കിട്ടിയാണ്, അത്രേ ഉള്ളൂ. ഞാനതാ ചോദിക്കാൻ വേണ്ടി വന്നത്. സാറ് ഒരിക്കലും എനിക്ക് പറയുന്നത് കേട്ടിട്ട് പൈസയുടെ പുറത്തോ അല്ലെങ്കിൽ വസ്ത്രങ്ങളുടെ പുറത്തോ അല്ലെങ്കിൽ പ്രശസ്തിയുടെ പുറത്തോ സാറ് ഒരിക്കലും സാറ് ഭ്രമിച്ചിട്ടില്ല എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു കാര്യത്തിലും ഇല്ല. അതിനെനിക്ക് അഭിമാനിക്കാം. സത്യം സത്യം സത്യം. അങ്ങനെയൊക്കെ അതായത് ചില ചിന്തകളാണല്ലോ, ചില മോട്ടോകളാണല്ലോ മനുഷ്യനെ ഓരോരോ പേരുകാരാക്കി മാറ്റുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ലോഹി സാറിനെ പറ്റി പറഞ്ഞതും നെടുമുടി വേണുചേട്ടനെ പറ്റി പറഞ്ഞതും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ജയരാജ് സാറിനെ പറ്റി പറഞ്ഞതൊക്കെ എല്ലാം മനുഷ്യരാണ്. പക്ഷെ അവരുടെ ഓരോ മോട്ടോകൾ, ഓരോ ചിന്താഗതികളും ആണല്ലോ പിന്നെ അതാണല്ലോ അവരെയൊക്കെ ഒരു ഐക്കണാക്കി മാറ്റിയത്. നമ്മള് ഓരോരുത്തരും അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. നമ്മള് ഒരു മാർഗദീക്ഷയാവണം. വേറൊരാൾക്ക് കാണുമ്പോൾ ഇയാള് കൊള്ളാം, ഇയാളെ പോലെ ആവണം എന്ന് തോന്നണം. അതാണ് ഇപ്പൊ പാട്ടുകളിൽ ഞാൻ പറയുന്നത് അങ്ങനെയാണ്. മഴനീർ തുള്ളിയെ മുത്തായി നോക്കിയ നന്മണി ചിപ്പിയെ പോലെ വരവേൽപ്പിലെ. അതെ, അങ്ങനെ ഓരോന്നും പറയുമ്പോ അതിനകത്ത് സത്യമുണ്ട്. അത്രയും സൂക്ഷിച്ച് കൊണ്ടുനടക്കാണെന്നല്ലേ? അതെ. അതാ ഒരു മഴത്തുള്ളി പോലും വേസ്റ്റ് ആകുന്നില്ല. അത് മുത്തായി മാറുന്നു. അത് വ്യക്തിത്വമാണ്. വ്യക്തിത്വത്തിലാണ് മുത്തായി മാറുന്നത്. സത്യം സത്യം. റേഡിയോയുടെ ശ്രോതാക്കൾക്ക് മുഴുവൻ എന്റെ പുതുവത്സരാശംസകൾ. നന്മ നേരുന്നു. എനിക്ക് സംസാരിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ സാർ. അപ്പോൾ എന്തായാലും സാർ സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും കേട്ടുകൊണ്ടിരിക്കുക സർഗക്ഷേത്ര 89.6 FM കാതോരം, കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.